ബെഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്പായിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐഡിയലി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. ഇവിടെ ചെന്ന് മസാജ് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെർമിനോളജി ഉണ്ടല്ലോ ഈ സ്പാനെ പറ്റി. എന്താ സാർ? ഹാപ്പി എൻഡിങ്. ഹാപ്പി ഇങ്ങനെ തന്നെയാണോ? സ്കിന്നിൻ്റെ മുകളിൽ കൂടി എവിടെ എന്ത് ഏത് തരം പ്രഷർ കൊടുക്കണമെന്ന് പ്രൊഫഷണലി പഠിച്ചവരാണ്. അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. പുള്ളിനെ മറ്റേ വലിച്ചൊരു സ്ട്രെച്ചും കൊടുത്താലോ? മസാജ് തെറാപ്പി ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി സാറിന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? I got relief because my muscle was totally cramped because of my old. Spa is something like a refreshment and relaxing kind of treatment, and it's not therapy. നമ്മൾ the moment you touch a therapist, the moment a therapist touches the body of the customer, മൊത്തം പറയുന്നത് കുറേ സിനിമയിലുണ്ട്. അല്ല, സിനിമ പുറത്തായി പോകും. അതെ അത് എക്സ്പീരിയൻസ്ഡ് ആയുള്ള കസ്റ്റമർക്ക് മനസ്സിലാവും ഇവർ എക്സ്പീരിയൻസ്ഡ് ആണോ. ഇപ്പോൾ ആരോ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ തൊടുമ്പം തന്നെ അറിയാം. ഫുൾ ഹാൻഡ് വിത്ത് ബോഡി വെയ്റ്റ്. വേണ്ട, ഇത്ര മതി. കാരണം ബാക്കി സിനിമ സാറിൻ്റെ പ്രീവിയസ് ചിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം പോലീസ് സ്റ്റേഷൻ, ഒരെണ്ണം കോളേജ് ബേസ്ഡ്, പിന്നെ കുങ്ഫു, ഇതിപ്പോൾ സ്പാ. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജോണൽ വെറൈറ്റി പിടിച്ചുകൊണ്ടിരിക്കണേ? അങ്ങനെ വേണ്ടേ? നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യാനുള്ള സാധ്യതകൾ, അതിൻ്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരാം, അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത, ഈ കഥയുടെ ഗ്രോത്ത് എങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ആ കഥാ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് വരാൻ സാധ്യതയുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് വരാൻ സാധ്യത, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇത് ആളുകൾ എന്തിനു കാണണം, ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് രസിക്കാൻ സാധ്യതയുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മളൊരു സിനിമ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടോ, ഇങ്ങനെ കഥ വന്നിട്ടുണ്ടോ. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് എനിക്ക് മിസ്സായല്ലോ എന്ന് തോന്നും. ഈ കഥ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ കഥ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല എന്നൊക്കെ തോന്നും. അങ്ങനെയും വരാറുണ്ട്. അങ്ങനെ എനിക്ക് മിസ്സായിട്ടുള്ള തോന്നിയിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ ആക്ഷൻ ഹീറോ ബിജു ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂവിൽ പറഞ്ഞു, സാർ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി ഷാഡോ ആയിട്ട് പോയിട്ട് അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന്. ഈ സ്പാ ചെയ്തപ്പോൾ ഏതെങ്കിലും സ്പാ സെൻ്ററുകൾ കൊച്ചിയിൽ വിസിറ്റ് ചെയ്തിരുന്ന? പിന്നെ ഞാൻ എത്രയോ സ്പാ സെൻറ്ററുകളിൽ പോയി അവരോട് സംസാരിച്ചു, തെറാപ്പിസ്റ്റുകളോട് സംസാരിച്ചു, സ്പാ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങൾ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, ജഡ്ജസിനോട് സംസാരിച്ചു, സ്പായിൽ പോയിട്ടുള്ള ആളുകൾ, സ്പായിൽ പോകാറുള്ള ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ അവിടെ സ്പാ സെൻറ്റേഴ്സിലെ ആൾക്കാരോട്, തെറാപ്പിസ്റ്റുകളോട്, പോകുന്നവരോട് ഒക്കെ സംസാരിച്ചു. ഇപ്പോൾ സിനിമയിൽ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല. കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ഇതുപോലെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ആഡ് ഓൺസും കൂടെ, കുറച്ചൊരു ഇമാജിനേഷനും കുറച്ചൊരു ഫിക്ഷനും ഒക്കെ കൂടെ ആഡ് ചെയ്യും, ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കും. ഇപ്പോൾ എൻ്റെ സ്പാ എന്ന് പറഞ്ഞ സിനിമ, എബ്രിഷൻ സ്പാ സിനിമ ഒരു കള്ളക്കഥയാണ്. അതൊരു റിയലിസത്തിനേക്കാൾ അപ്പുറം ഒരു കള്ളക്കഥയാണത്. സാറിൻ്റെ ഒരു ഫാൻസ് എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ആക്ഷൻ ഹീറോ ബിജു, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? ആക്ഷൻ ഹീറോ ബിജു 2 ഞാൻ ഷൂട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളിൽ, വളരെ ഇൻറ്റേർണലായിട്ടുള്ള, വളരെ പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ട് നിലച്ചു. പിന്നീടത് തുടരാൻ പറ്റിയിട്ടില്ല. അതിനി അതിൻ്റെ വിധി വരുന്ന പോലെ വരട്ടെ. ഇതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. ജസ്റ്റ് ജോയിൻറ്റ് സ്ട്രെച്ച് ചെയ്യാണ് കേട്ടോ. സ്പായിൽ സ്ട്രെച്ചിങ്, ഹാൻഡ് മസിൽ സ്ട്രെച്ചിങ്, അവരുടെ ടെക്നിക്കിൽ ജോയിൻറ്റ് സ്ട്രെച്ച് ചെയ്യാണ്. ചെറിയ ഫിംഗേഴ്സ്, നമ്മുടെ ഈ ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഇൻഡർഫലാറ്റോയ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സ്പായിൽ ജസ്റ്റ് ഫിംഗേഴ്സ്. നമ്മുടെ ഉള്ളംകൈയിൽ പ്രഷർ കൊടുക്കുക നോർമൽ പീപ്പിളിന്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു റിലാക്സേഷൻ തോന്നും, ടൈറ്റൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആവും.
എങ്ങനെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്? നല്ലതാണ്, റിലാക്സിങ് ആണ്. സ്പാ ഞാൻ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് പറയും, സ്പാ എന്ന് പറയുന്നത് നോർമൽ പീപ്പിളിനാണ്. സാധാരണ ഒരു അസുഖം ഇല്ലാത്ത ആൾക്ക് മാത്രമേ സ്പാ ആപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ നേരെ കയറി സ്പായിൽ പോവുകയല്ല വേണ്ടത്, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. एक्चुअली थेरेपिस्ट करने के लिए बहुत पेशेंस की ज़रूरत होता है. जैसे कि कोई क्लाइंट्स अच्छा भी आता है, कोई क्लाइंट्स कुछ रैंडम क्लाइंट्स भी आता है, तो इसके लिए बहुत हमें भी पेशेंस रखना चाहिए. तो क्या होता है, इस वेस्टर्न मसाज में अरोमा होता है जो प्रेशर बिल्कुल लेस होता है, और स्वीडिश में नॉर्मल प्रेशर होता है, और डीप टिश्यू में थोड़ा हार्ड प्रेशर होता है. बैलेनिस में स्ट्रेचिंग प्लस हार्ड होता है, और थाई में ड्राई होता है जो स्ट्रेचिंग होता है, सिर्फ स्ट्रेचिंग होता है. ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ മെഡിക്കൽ സൈഡോ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം സ്പാ പോവാം. നോർമൽ ആണെങ്കിൽ മാത്രമേ സ്പായിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിൻ്റെ വിനീത് അട്ടൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഉണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ, ദിനേശ്, സിദ്ധാർത്ഥ് ഉണ്ട്, കിച്ചു ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, നീന കുറുപ്പുണ്ട്, അശ്വിനുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിറയെ ആക്ടേഴ്സാണ്. ഇത് ഒരു 3 നേരം 4 നേരം ഇരുത്തിയാലും തീരാത്തത്രയും എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്രൂ, അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സ്വരൂപാണ്, അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഷിജി പട്ടണമാണ്, കോസ്റ്റ്യൂം സുജിത് മട്ടന്നൂർ, അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് MR രാജാകൃഷ്ണനാണ്, അതിന് ശങ്കർ ആണത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ഇഷാൻ ചാബ്രയാണ്. അങ്ങനെ വലിയൊരു സ്ട്രോങ് ഒരു ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു സിനിമ കൂടിയാണ് സ്പാ. എൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ മസാജ് സെൻറ്റർ പോവുകയാണെങ്കിൽ ഇവർ ആദ്യം പിടിച്ച് കൗത്തി കിടത്തും. ഈ കൗത്തി കിടത്തി കഴിഞ്ഞാൽ പുറകിൽ ആരായിരിക്കുന്ന പോലും കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചോദിക്കാനാണ്? മതിയായില്ലേ, ഇതിന് ഉത്തരം കിട്ടിയപ്പോൾ. സോ ദേ ഡു ഇറ്റ് പ്രൊഫഷണലി. ഞാൻ മസാജ് സെൻറ്ററിൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആയുർവേദിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ റീസെൻ്റ്ലി ഐ ഹാഡ് സം പ്രോബ്ലം ആൻഡ് ഐ ഹാഡ് ടു ഗോ ടു സം സ്പാ വിച്ച് വാസ് റെക്കമെൻഡഡ് ബൈ somebody who had an experience. ഈ അറേഞ്ചിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ അപ്രോച്ച്. If you are in a perverted mood and going to a spa, you will be asking that kind of questions to these kind of people. If you are not a perverted, you are going for your relaxation. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1.5 ഇഞ്ച് അറേഞ്ചിന്റെ വ്യത്യാസം ഉണ്ട്. ഞാനല്ല സുകേഷ്. ഇനി നമുക്ക് അതിന് പ്രശ്നം വരുന്നില്ല. ബിക്കോസ് വെൻ യു ആർ നോട്ട് പെർവേർട്ട്. വിജയുടെ അടുത്ത് ഒരാളോ ചോദിച്ചു സ്പായിൽ പോകാറുണ്ടോന്ന്. അപ്പോൾ വിജയ് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഐ എം മാരീഡ്. I don't know what is the connection between that. Yeah, he said that. സാർ മസാജിൽ പോകാറുണ്ടോ ഇല്ലയോ? മസാജിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് അനുഭവമാണ് സാറിന് ഉണ്ടായിട്ടുള്ളത്? ലോകത്തുള്ള ഏതൊക്കെ മസാജ് സെൻറ്ററിൽ സാർ പോയിട്ടുണ്ട്? മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ? മസാജ് തെറാപ്പി ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി സാറിന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്പായിൽ പോയിട്ടില്ല. എനിക്ക് സുകേഷ് പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ റിലാക്സേഷന് വേണ്ടി ആരോ എന്നെ ഞെക്കണം തിരുവണം എന്നൊന്നും. I know how to relax myself. I have total control over my mind and body. Every morning I work out for 1.5 hours. I don't work out. ഞാൻ പോയി ബാഡ്മിൻ്റൺ കളിക്കും. And that is an overall exercise which really keeps me fit and okay. അപ്പം സ്പായി പോകേണ്ട ഒരിക്കലും ആവശ്യമോ അല്ല ഈ റിലാക്സേഷന് വേണ്ടിയോ ഈ സ്ട്രെസ് ബസ്റ്റിങ്ങിന് വേണ്ടിയോ I don't believe in that. I'm not saying it's wrong. If you are having so much pain in your body and so much stress, go do it. I mean, nobody is stopping you. Each one to his own. അല്ലേ? എനിക്ക് ആവശ്യം തോന്നിയിട്ടില്ല. അത് ഞാൻ മാരീഡ് ആണെന്ന് പറഞ്ഞത് ഒരു ജോക്കായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ദീസ് ആർ സെക്സ് സെന്റേഴ്സ് ഓർ എനിത്തിങ്. ഇതൊരു സ്പാ ഒരു അനാവശ്യമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ചിലരുടെ അനാവശ്യം ചിലരുടെ ആവശ്യമായിരിക്കും. അത് അവിടെ ചെല്ലുന്ന ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇവിടെ ചെന്ന് മസാജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടെർമിനോളജി ഉണ്ടല്ലോ ഈ സ്പായിനെ പറ്റി. എന്താ സാർ
ഹാപ്പി എൻഡിങ്. ഹാപ്പി അപ്പം ഞാനത് മേജറും ഷൈൻ്റെ അടുത്തും പറഞ്ഞു, ആരെങ്കിലും ചോദിച്ചാൽ ഈ സ്റ്റോറി എങ്ങനെയാണ് ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന് പറയരുതെന്ന്. ബിക്കോസ് ദാറ്റ് ഈസ് എ ക്യാച്ച് വേർഡ്, ലൈക്ക് അതാണ് ഈ സ്പാൻ്റെ ഒരു ക്യാച്ച് വേർഡ്. ദീസ് ആർ ദ നെഗറ്റീവ് തിങ്സ്. ബിക്കോസ് നമ്മുടെ മനസ്ഥിതി അനുസരിച്ച് അവിടെ പോകുമ്പോൾ നമ്മളെ എന്തുവാ വാട്ട് വി എക്സ്പെക്ട്, അതാണ് ഇതിങ്ങനെ ആ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് പോകുന്നത്. ലൈക്ക് അല്ലെങ്കിൽ ഇഫ് ഐ ഹാവ് ടു ഗോ ഫോർ ഈ ആവശ്യം സാറിൻ്റെ സാറിൻ്റെ കയ്യിലൊന്ന് വേദന, ഒരു നാഡീ ഞരമ്പുകളെ സാറിനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ ഒരു മസാജ്. ഫസ്റ്റ് എഫേർട്ട് ഐ വിൽ ടെൽ മൈ വൈഫ് ടു മസാജ് ഇറ്റ്. അവളോട് അവളുടെ ശരിയാവും. I had gone recently. Why? Because അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ എന്താണത്, ആ സൂചി എടുത്തിട്ട് കുത്തുന്ന അക്യുപ്രഷർ അല്ല, അക്യുപങ്ക്ചർ. I got relief because my muscle was totally cramped because of my old damages. അത് റിലീസായത് അപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഒരു സ്പായുടെ പാർട്ടാണ്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൗ യു ആർ ഗോയിങ് ആൻഡ് ഹൗ യു ആർ അപ്രോച്ചിങ് ദ സ്പാ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഈ സ്പായും ഫിസിയോതെറാപ്പിയും ഇതൊന്നും രണ്ടാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ക്ലിനിക്കലി സൈഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഈ സാധാരണ മനുഷ്യർക്ക് ഈ എവിടെയാണ് നരമ്പ്, എവിടെയാണ് ബോൺ എൻഡിങ്, എവിടെയാണ് ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് അവസാനിക്കുന്നത്, ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഈ ടെക്നിക്കൽ സൈഡ്, ഇപ്പോൾ നമ്മുടെ ഓർത്തോപീഡിയൻ ഡോക്ടർ അവിടെ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്കിത് അറിയാമെങ്കിലേ ഈ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റേ സ്പായിൽ നോർമൽ ഇപ്പോൾ നമ്മൾ ഒരാളുടെ കൈ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ചില സ്റ്റിമുലേഷൻ നടക്കും. ഇപ്പോൾ അവിടെ പുള്ളിക്ക് അവിടെ നെർവ്സ് ഉണ്ടോ നരമ്പുണ്ടോ എന്താണെന്ന് അറിയില്ല. ബട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ നടക്കുന്നു. അതൊരു ടച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബട്ട് സ്പായിൽ വരുമ്പോൾ സ്പാ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ക്ലിനിക്കൽ സൈഡ് അവർക്ക് അറിയില്ല. അതായത് ഏത് ബ്ലഡ് വെസൽസാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് നരമ്പാണ് പോകുന്നത് ഇതവർക്കറിയില്ല. പക്ഷേ അവർക്ക് അവരുടെ സ്കിന്നിൻ്റെ മുകളിൽ കൂടി എവിടെ ഏത് തരം പ്രഷർ കൊടുക്കണമെന്ന് പ്രൊഫഷണലി പഠിച്ചവരാണ്. അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ നടുവിൻ്റെ അവിടെ ഒരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് സ്പാ എടുക്കില്ല. നിങ്ങൾക്ക് സ്പായിൻ്റെ ഓണറോ തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം, അവരെടുക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ സൈഡിലോട്ടായിരിക്കും വിടുക. അപ്പോൾ ഇവർക്ക് അറിയേണ്ടത് നോർമൽ, അതായത് ഒരു നോർമൽ പേഴ്സൺ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ, ഫിസിക്കലി നമ്മൾ ബോഡി ഒന്ന് റിലീസാകാൻ, റിലാക്സ് ആകാൻ എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നറിയാം. അതിൻ്റെയും മുകളിൽ ടെക്നിക്കൽ സൈഡിൽ അവർക്ക് അറിയാണ്ടില്ല. അവരത് ചെയ്യത്തുമില്ല. ഈ സ്പൈന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കഴുത്ത് പിടിച്ച് ഉടയ്ക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ആ സൈഡിലോട്ട് അവർ പോയില്ല. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണമെന്നറിയാം. നോർമൽ പീപ്പിൾസിന് അതറിയില്ല. ജസ്റ്റ് അവർ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ നമ്മുടെ കയ്യിൽ ജസ്റ്റ് തടവുമ്പോൾ നോർമലി തടവുന്നേ ഉള്ളൂ. ഇവർക്കത് ടെക്നിക്കൽ സൈഡ് എവിടെ എത്ര പ്രഷർ എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. സ്പാ ടെക്നീഷ്യന് നമുക്ക് സ്പാ ഇവിടെ വളർന്നു വരുന്നത് അതിൻ്റെ ബിസിനസ് സൈഡ് കണ്ടുകൊണ്ടാണ് വളർന്നു വരിക്കുന്നത്. അത് ശരിക്കാണോ വളർന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള സ്പാ നമ്മൾ ശരിക്കാണോ വളർന്നു വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇതിനൊരു ബിസിനസ് സൈഡുണ്ട്. അത് എങ്ങോട്ടോ കയറി പോകുന്നതെന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും സ്പാ പിടിക്കുന്നത്. അപ്പോൾ അത് പ്രൊഫഷണൽ സൈഡ് അൺപ്രൊഫഷണൽ സൈഡ് നമുക്ക് നോക്കണം. സ്പാ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡറാണോ വേണ്ടത്, സെയിം ജെൻഡറാണോ വേണമെന്നില്ല, അതിലുപരി ഇതിൻ്റെ ടെക്നിക്സാണ്. നിങ്ങളുടെ ബാക്ക് മസിൽസ് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് റിലാക്സേഷൻ കിട്ടും. ഓപ്പോസിറ്റ്സ് നോക്കുന്നത് നമുക്കിവിടെ പരിചയമുള്ള സ്പാ ഓപ്പോസിറ്റ് സെക്സ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സ് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു റിലാക്സേഷൻ അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് അൺപ്രൊഫഷണൽ സ്പാ. Actually, मेरे पास 5-6 days कम किया तो it was good. Yeah, it was very nice. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്സ്റ്റീൻ ഫയൽസിലേക്ക് പോലും ഈ പറഞ്ഞ കേരള മസാജ് എന്ന് പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഒരു ടൂറിസം മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ മസാജിനെ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആയുർവേദ ടൂറിസമാണ് കേരളത്തിൽ കൂടുതൽ. ഈ ആയുർവേദയുടെ പേര് വെച്ചിട്ട് പീപ്പിൾ മേക്ക് യൂസ് ഓഫ് എക്കണോമിക്ക് വേണ്ടിയിട്ടാണ്
യൂസ് യെസ് മാനിപ്പുലേഷൻ എന്ന് പറയാം, ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബ്ലെയിം എനി വൺ. സീസ് ഓൾ ദേ ആർ അവരവർക്ക് വേണ്ടതുപോലെയാണ് അവർ ചെയ്യുന്നത്. ബട്ട് ദേ റിയലി കെ നോട്ട് യൂസ് ആയുർവേദ ഇൻ ദ സ്പാ, ബട്ട് ദേ ആർ ഡൂയിങ്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, നോബഡി വിൽ ഹാവ് എ പ്രോബ്ലം. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങളവിടെ നിന്ന് ഇങ്ങോട്ടിരിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? വേറെ ഇച്ചിരിയും കൂടി എന്തോ അറിയാനുണ്ട്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചു, ഇതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ അറിയണമെന്ന്. ചോദിക്കട്ടെ, ചോദ്യങ്ങൾ ലോകത്തിന്റെ കീഴിലുള്ള എന്തിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചോട്ടെ. ഞാൻ സത്യത്തിൽ പുള്ളി മുണ്ടക്കയത്ത് ഒരു സാധാരണ ജേർണലിസം കഴിഞ്ഞാണ് അദ്ദേഹം. ജേർണലിസം കഴിഞ്ഞ ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് നല്ല നാട്ടുവഴക്കമുള്ള ഒരു മനുഷ്യനാണ്, നാട്ടുഭാഷ വഴക്കമുള്ള ഒരു മനുഷ്യനാണ്, നല്ല പച്ചത്തെറി പറയുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം രാവിലെ നേരം മുഴുവൻ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും. പിന്നെ ആ പത്രവാർത്തേനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി പൂരമായി. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് സംസാരിക്കും. സാർ, ഞാൻ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാവ് വിളിച്ചപ്പോൾ, സഞ്ജുവാണ് നമ്മുടെ നിർമ്മാതാവ്, സഞ്ജു ഡോക്ടർ, അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാനിതിന് വരുന്നില്ല എന്നായിരുന്നു എൻ്റെ തീരുമാനം. കാരണം സാർ മറ്റൊന്നുമല്ല, കുറേ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി വേണ്ട എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാനിവിടെ അപ്പോൾ എൻ്റെ വൈഫ് രാവിലെ പറഞ്ഞു, പക്ഷേ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം പോകാത്തതിൻ്റെ പേരിൽ നിർമ്മാതാവ് 15 ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ആപ്പാടെ നമുക്കൊരു മാരുതി ആൾട്ടോ കാറേ ഉള്ളൂ, അത് വിറ്റാൽ അത് കിട്ടത്തുമില്ല. അങ്ങനെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് നമ്മളെത്ര നിസ്സാരവൽക്കരിച്ച് കണ്ട, ഇപ്പോഴും വീണ്ടും കുഴപ്പമായി. ഇത് എത്ര നിസ്സാരവൽച്ച്, എൻ്റെ പൊന്നെണ്ണ, നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. അത് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഉള്ള ഒരാൾ, ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെ പറയണ്ട. അത് തല്ലുള്ളിത്തരമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതിനെക്കുറിച്ചൊരു ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അതിനെക്കുറിച്ചൊരു പരാതി പറയുന്നു. ആ പരാതി മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവാം. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവാം. ആ 2 വേർഷനും വന്നു കഴിഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, ആ പരാതി വന്നു, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു. ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ പറയില്ല, അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനി അടുത്ത വേർഷൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത്, ആ നടൻ, അദ്ദേഹം അതിനെക്കുറിച്ചുള്ളൊരു മറുപടി പറയും. അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം. ആ മറുപടി പറയേണ്ട അദ്ദേഹം. അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമ ചെയ്യും. നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും. അവർ ബി ഉണ്ണികൃഷ്ണൻ സാർ, ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാകുകയും അത് ചർച്ച ചെയ്യും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്കുണ്ട്, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും. അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന, ഒരു ഫോൺ ചെയ്താൽ തീരുന്ന, ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അസോസിയേഷനിൽ പറയും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പറയണമെങ്കിൽ അവിടെ പരാതി പറയും, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറിനോട് പറയും, ഫിഫ്കയോട് പറയും. അതങ്ങനെ വരും. അതിനപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതൊന്നുമില്ലല്ലോ ഈ ലോകത്ത്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യമല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.